Next, we will be seeing the different ways of using the CSS. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടത് നമ്മൾ HTML ടാഗിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റൈൽ എന്ന് പറഞ്ഞു. ആ സ്റ്റൈൽ ആട്രിബ്യൂട്ടിൽ CSS പ്രോപ്പർട്ടിയും അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു വെബ് പേജൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ എളുപ്പമാണ്. HTML ടാഗ് നോക്കുക, അതിൻ്റെ അകത്ത് സ്റ്റൈൽസ് ഉണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഇത് ഏത് CSS സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകാൻ എളുപ്പമാണ്. ഇനി കുറച്ചുകൂടെ വലിയ പേജസാണ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ ഇങ്ങനെ എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വായിക്കാനും ചേഞ്ചസ് വരുത്താനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കേസിൽ അതായത് ഇത്രയും നാൾ നമ്മൾ എഴുതിയ CSSനെ നമ്മൾ ഇൻലൈൻ CSS എന്ന് വിളിക്കും. ഇൻലൈൻ CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ ചേഞ്ച് വരുത്തേണ്ടത് അവിടെ തന്നെയാണ് നമ്മുടെ CSS കോഡ് എഴുതിയിരുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻലൈൻ CSS എന്ന് വിളിക്കാൻ കാരണം. ഇനി CSS ഇത് കൂടാതെ ഇൻലൈൻ അല്ലാതെ രണ്ട് തരത്തിൽ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരെണ്ണം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ CSSഉം രണ്ടാമത്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ CSSുമാണ്. ഇൻറ്റേർണൽ CSS എന്ന് പറയുന്നത് നമ്മുടെ CSSൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ HTMLൽ ഹെഡ് ടാഗിൻ്റെ അകത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗ് വെച്ചിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുകയും അത് കഴിഞ്ഞ് നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അവിടെ നമുക്ക് ക്ലാസ് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് ഉപയോഗിച്ച് ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ എക്സ്റ്റേണൽ CSSൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CSS ഒരു ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കുകയും CSSൻ്റെ ആ ഫയലിൻ്റെ പേര് നമ്മൾ ഹെഡ് ടാഗിൽ ഇൻക്ലൂഡ് ചെയ്യുകയും അതിനുശേഷം നമ്മുടെ ഫയലിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് ഇൻറ്റേർണൽ CSS അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമ്മൾ ഇനി കാണുന്ന എക്സാമ്പിളിൽ നമ്മൾ കോഡ് പെൻ എഡിറ്റർ അല്ല യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫോൾഡറിൽ കിടക്കുന്ന sample.html എന്ന് പറയുന്ന ഫയലിൽ ചേഞ്ചസ് വരുത്തുകയും അതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ചസ് റൈറ്റ് സൈഡിലുള്ള ബ്രൗസർ വിൻഡോയിൽ നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ sample.html ഫയൽ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ സെയിം ഫയൽ ഞാനൊരു വെബ് ബ്രൗസറിലും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്സാമ്പിൾ നമ്മൾ ടിം ബെർണേഴ്സ്-ലീയെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ്. അത് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. അതിൻ്റെ കറസ്പോണ്ടിങ് HTML ഫയൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നതും കാണാം. അപ്പം ഇതിനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇൻറ്റേർണൽ CSS എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ CSS ക്ലാസ്സസ് എന്ന് അതിനെ വിളിക്കാൻ പറ്റും. പല ക്ലാസ് ആയിട്ടാണ് അത് എഴുതുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ കണ്ടു. ഹെഡ് ടാഗിൽ യൂസ് ചെയ്തിരിക്കുന്ന HTML ടാഗ് നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഫയലിൽ കാണാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഹെഡ് ടാഗിൻ്റെ അകത്ത് ടൈറ്റിൽ ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്. ടൈറ്റിലിൽ ടിം ബെർണേഴ്സ്-ലീ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ ടാഗിൽ എഴുതിയിരിക്കുന്നത് എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസറിൻ്റെ ടൈറ്റിലായിട്ട് വരും. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ ബ്രൗസറിൻ്റെ ടൈറ്റിൽ ഈ ടാബിൻ്റെ ടൈറ്റിലിൽ ടിം ബെർണേഴ്സ്-ലീ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതായത് ഹെഡ് ടാഗിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ ബോഡിയിൽ വരില്ല. ബോഡി ടാഗിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് മാത്രമേ ബോഡിയിൽ വരുള്ളൂ. അപ്പോൾ നമ്മുടെ CSS ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഹെഡിൻ്റെ അകത്താണ്. അപ്പോൾ ഹെഡിൻ്റെ അകത്ത് ഞാൻ സ്റ്റൈൽ എന്ന് പറയുന്നൊരു ടാഗ് യൂസ് ചെയ്യും. സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് ആണ് ഞാൻ CSS ക്ലാസ്സസ് എഴുതേണ്ടത്. എനിക്ക് ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് എഴുതാം. ഞാനിപ്പം നമുക്കൊരു ക്ലാസ്സിൽ തുടങ്ങാം. ക്ലാസ്സിൻ്റെ പേര് എഴുതുമ്പം ഡോട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് യൂസർ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൾ ഡോട്ടിൽ സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ പേര് യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മൾ നെയിമിംഗ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് നെയിമിംഗ് കൺവെൻഷൻ ഒന്നുമില്ല. നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ടാഗിൻ്റെ പേര് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ടെക്സ്റ്റിലുള്ള ചേഞ്ചസ് ആണ് ഞാനൊരു ക്ലാസ് ആയിട്ട് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനെ ടെക്സ്റ്റ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഡോട്ട് ടെക്സ്റ്റ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു കേർലി ബ്രേസസ് സ്റ്റാർട്ട് ചെയ്യാം. കേർലി ബ്രേസസിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ CSSൻ്റെ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അലൈൻമെൻറ്റ് സെൻറ്റർ ആക്കാൻ പോവുകയാണ്. അപ്പം നമുക്കറിയാം അലൈൻമെൻറ്റിന് വേണ്ടി ടെക്സ്റ്റ് -അലൈൻ എന്ന് പറയുന്നൊരു CSS പ്രോപ്പർട്ടി ഉണ്ട്. കോളൻ കറസ്പോണ്ടിങ് വാല്യൂ സെൻറ്ററാണ്. സെമികോളൻ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പം ബാക്ക്ഗ്രൗണ്ട് -color കോളൻ
അപ്പോൾ ഞാൻ നേരത്തെ ഗ്രീനാണ് കൊടുത്തത്, ഞാനിവിടെ അക്വ എന്ന് പറയുന്നൊരു കളർ കൊടുക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ ടെക്സ്റ്റ് അലൈൻമെൻറ്റും ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്തിട്ട് ഈ ഫയൽ റീലോഡ് ചെയ്ത് കഴിയുമ്പോൾ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. കാരണം ഞാൻ ചേഞ്ചസ് വരണമെങ്കിൽ അത് ബോഡിയിൽ ഈ ക്ലാസ്സിനെ എനിക്ക് കോൾ ചെയ്യണം. അപ്പോൾ ഈ ക്ലാസ്സിനെ കോൾ ചെയ്യണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു പാരഗ്രാഫുണ്ട്, ഇത് രണ്ടാമത്തെ പാരഗ്രാഫാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിവും ഉണ്ട്. അപ്പം ആദ്യത്തെ പാരഗ്രാഫിന് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ടാഗ് എടുക്കുക, അതിൻ്റെ അകത്ത് ആട്രിബ്യൂട്ടായിട്ട് ക്ലാസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. അത് പ്രീ ഡിഫൈൻഡ് ആണ്. ക്ലാസ് ഈക്വൽ ടു നമുക്ക് കോഡ്സിൽ കൊടുക്കാം. ക്ലാസ് ഈക്വൽ ടു കോഡ്സിൽ നമുക്ക് ഏത് ക്ലാസ്സാണ് CSS ക്ലാസ് ആണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് ക്ലാസ് ആണെങ്കിൽ ടെക്സ്റ്റ് എന്ന് കൊടുക്കാൻ പറ്റും. സോ സേവ് ചെയ്യുക, ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. അപ്പോൾ ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കിവിടെ കാണാൻ പറ്റും ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ കോൾ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് ക്ലാസ്സിൽ അലൈൻമെൻറ്റ് സെൻറ്ററും ബാക്ക്ഗ്രൗണ്ട് അക്വ എന്ന് പറയുന്ന കളറും ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അലൈൻമെൻറ്റ് സെൻറ്ററും കളറ് അക്വയും ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ അടുത്ത പാരഗ്രാഫിനും കൊടുക്കണമെങ്കിൽ എനിക്ക് ഇതുപോലെ തന്നെ ക്ലാസിക്കൽ ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഇനി അതല്ല, എനിക്ക് ഇത് രണ്ട് പാരഗ്രാഫിലും അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് ഡിവിൽ വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഈ ഡിവ് രണ്ട് പാരഗ്രാഫ് ഒരു ഡിവിൻ്റെ അകത്താണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഓക്കെ. ഈ കോഡ് അനുസരിച്ച് നമ്മൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് യൂസർ ഡിഫൈൻഡ് ആണ്. പക്ഷേ ആ ക്ലാസ് നമ്മൾ ബോഡിയിൽ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ചേഞ്ചസ് ഒന്നുമില്ല. അതായത് ആ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ചേഞ്ചസ് ഒന്നും നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കാണാനില്ല, നമ്മുടെ വെബ് പേജിൽ കാണാനില്ല. അപ്പം ക്ലാസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ചേഞ്ചസ് വരണമെങ്കിൽ നമ്മളത് ബോഡിയിൽ യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ ചില കേസിൽ നമുക്ക് ഈ പാരഗ്രാഫ് ടാഗിന് എല്ലാ പാരഗ്രാഫ് ടാഗിനും ഒരു എന്തെങ്കിലും ചേഞ്ച് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ ഫോൺ സൈസ് ഒന്ന് കൂട്ടണം, പാരഗ്രാഫിൻ്റെ എല്ലാം ഫോൺ സൈസ് ഒന്ന് കൂട്ടണമെന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ടെക്സ്റ്റിൽ ഫോൺ സൈസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫോൺ സൈസിൻ്റെ പ്രോപ്പർട്ടി CSSലെ ഫോൺ സൈസിൻ്റെ പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഫോൺ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ക്ലാസ് എഴുതിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ക്ലാസ്സിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ പാരഗ്രാഫ് ടാഗിലും നമുക്കിത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. പക്ഷേ അപ്പോൾ കുറേ പാരഗ്രാഫുള്ളൊരു വെബ് പേജ് ആണെങ്കിൽ അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അപ്പോൾ സ്റ്റൈലിൽ നമുക്ക് ഒരു ക്ലാസ് പി എന്ന് പറഞ്ഞാൽ .p ഇല്ല P എന്ന് പറഞ്ഞിരുതാം. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ HTML ടാഗ് P എവിടെ വരുന്നു, അല്ലെങ്കിൽ ഏത് ടാഗിൻ്റെ പേരാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം പാരഗ്രാഫ് ടാഗ് ആണെങ്കിൽ നമ്മൾ P എന്ന് എഴുതും. അപ്പം ആ ടാഗ് എവിടെ വരുന്നു അതിൽ ഞാൻ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ചേഞ്ചസ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫോൺ സൈസ് ഇൻക്രീസ് ചെയ്യാനാണെങ്കിൽ ഫോൺ സൈസ് $20 പോയിൻ്റ് എന്നാക്കുക. 20 പോയിൻ്റാണ് വേണ്ടെങ്കിൽ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതോടുകൂടി എവിടെയൊക്കെ പാരഗ്രാഫ് ടാഗ് ഞാൻ യൂസ് ചെയ്യുന്നു അതിൻ്റെ എല്ലാം സൈസ് 20 പോയിൻ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കുറേ വലിയ പേജാണ്, അതിൻ്റെ അകത്ത് പല പാരഗ്രാഫ് ടാഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ക്ലാസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാതെ നമുക്ക് ചേഞ്ചസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനത് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ സീ ദാറ്റ് ആദ്യത്തെ രണ്ട് പാരഗ്രാഫിലെയും സൈസ് കൂടിയിട്ടുണ്ട്. മൂന്നാമത്തെ ടെക്സ്റ്റിൽ ഞാൻ പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്തിട്ടില്ല, അതിൻ്റെ സൈസ് പഴയതായിട്ട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ P എന്ന് പറയുന്ന ക്ലാസ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഫോൺ സൈസ് 20 പോയിൻ്റാണ്. പക്ഷെ അത് ഇവിടെ നമ്മുടെ ബോഡിയിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊന്നും നമുക്ക് യൂസ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, അതിൻ്റെ അകത്ത് നമ്മൾ ഡോട്ട് പ്രീഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡോട്ട് പ്രീഫിക്സ് ചെയ്യാത്തത് കൊണ്ട് എവിടെ P ടാഗ് വരുന്നു അവിടെയെല്ലാം നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ക്ലാസ് ഡിഫൈൻ ചെയ്യുകയും ആ ക്ലാസ്സസ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് HTML ടാഗുകളിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഈ എക്സാമ്പിളിൽ ഞാൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓൾറെഡി ഡിഫൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു ബോർഡറിൻ്റെ ഒരു ടാഗും കൂടെ ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്ക് ബോർഡർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഞാൻ ബോർഡർ എന്ന് എഴുതുവാണ്, ബോർഡർ ടാഗ്. അതിൻ്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ ബോർഡറാണ്. ടെക്സ്റ്റിന് ബോർഡർ കൊടുക്കാൻ വേണ്ടിയുള്ള CSS പ്രോപ്പർട്ടി നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെ പേര് ബോർഡർ എന്നാണ്. ബോർഡർ എൻ്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത്
2 പിക്സൽ സോളിഡ് ബ്ലൂ എന്ന് പറയുന്ന കളർ. അപ്പം ഫസ്റ്റ് പാരഗ്രാഫിന് ഞാൻ ബോർഡർ കൊടുക്കുകയും അപ്പം ഞാൻ ക്ലാസ് ഈക്വൽ ടു ഈ പറയുന്ന ആദ്യത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്ന ചേഞ്ചും കൂടെ വരുത്തണമെങ്കിൽ ഞാൻ ടെക്സ്റ്റ് കൊടുക്കും, സ്പേസ് ഇട്ടിട്ട് നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ബോർഡറും അപ്ലൈ ചെയ്യാൻ പറയും. ഇനി രണ്ടാമത്തതിൽ എനിക്ക് അത് വേണ്ട എങ്കിൽ, ബോർഡർ വേണ്ട, മറ്റേത് മാത്രം മതിയെങ്കിൽ ഞാനിവിടെ ക്ലാസ് ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് ടെക്സ്റ്റ് മാത്രം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് റൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ചസ് കാണാൻ പറ്റും. ആദ്യത്തേൽ ഒരു ബോർഡറും കൂടെ ഉണ്ട്, രണ്ടാമത്തേൽ നമ്മൾ ആ ടെക്സ്റ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടീസ് മാത്രമേ